എൻജിനീയറിംഗ്, അതുപോലെ തന്നെ ടെക്നോളജി, പ്ലാനിംഗ്, ആർക്കിടെക്ചർ പോലുള്ള മേഖലകൾ, വിവിധങ്ങളായിട്ടുള്ള സയൻസ് മേഖലയിലെ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമുകൾ തുടങ്ങിയവയ്ക്കൊക്കെ ഇന്ത്യയിലെ ഏറ്റവും പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ അഡ്മിഷൻ ആഗ്രഹിക്കാത്ത കുട്ടികളുണ്ടാവില്ല. ഈ സ്റ്റെം മേഖലയിൽ മികച്ച പഠനം നടത്താൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ, അവരുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മത്സര പരീക്ഷകളിൽ ഒന്നാണ് ജോയിൻറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ എന്ന JEE. അപ്പോൾ ജോയിൻറ്റ് എൻട്രൻസ് എക്സാമിനേഷന് എങ്ങനെയാണ് ഒരു കുട്ടി തയ്യാറെടുക്കേണ്ടത്? ജോയിൻറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ JEE വർഷത്തിൽ 2 തവണയായിട്ടാണ് നടക്കുക. ജനുവരി ബാച്ചും അതുപോലെ തന്നെ ഏപ്രിൽ മാസത്തിലുമായിട്ട് 2 തവണയായിട്ടാണ് ഈ പരീക്ഷ നടക്കപ്പെടുക. ആ 2 പരീക്ഷകളും കുട്ടികൾക്ക് എഴുതാനും അവരുടെ സ്കോർ ഇമ്പ്രൂവ് ചെയ്യാനുമുള്ള അവസരങ്ങൾ നമുക്ക് ലഭ്യമാണ്. IIT, NIT, IISER പോലുള്ള സ്ഥാപനങ്ങൾ, IIST പോലുള്ള സ്ഥാപനങ്ങൾ, ഇവിടെയൊക്കെ അഡ്മിഷൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്കുള്ള ഏറ്റവും മികച്ച, ഇന്ത്യയിലെ ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടികളെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള മത്സര പരീക്ഷയാണ് JEE. മികച്ച എഞ്ചിനീയറിംഗ് കരിയർ ആഗ്രഹിക്കുന്ന കുട്ടികളുടെ വലിയൊരു സ്വപ്നവും കൂടിയാണ് JEE പാസ്സാകുന്നൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് NITകളിൽ അഡ്മിഷൻ കിട്ടാനുള്ള അവസരങ്ങളുണ്ട്. JEE പാസ്സായി ഒരു 2,50,000 റാങ്കിനുള്ളിൽ വരുന്ന കുട്ടികൾക്ക് വേണമെങ്കിൽ JEE അഡ്വാൻസ്ഡ് എഴുതാൻ അവസരമുണ്ട്. കുറച്ചുകൂടി ടഫായിട്ടുള്ള, കുറച്ചുകൂടി സെലക്റ്റീവായിട്ടുള്ള ഒരു വിഭാഗം കുട്ടികളെ കളക്ട് ചെയ്തുകൊണ്ടായിരിക്കും IIT പോലുള്ള സ്ഥാപനങ്ങളിലേക്ക്, മികവിൻ്റെ സ്ഥാപനങ്ങളിലേക്ക് കുട്ടികളെ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ തയ്യാറെടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കുട്ടികൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് സബ്ജക്റ്റുകളാണ് പ്രധാനമായിട്ടും ഇവിടെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. ഈ മേഖലയിൽ +2 ലെവലിൽ, +1, +2 ലെവലിൽ മതിയായ അവഗാഹമുണ്ടായിരിക്കണം. ബാക്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ഇത്തിരി മോശമാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ആ ഒരു സബ്ജക്റ്റിനെ കുറച്ചുകൂടെ മികവുറ്റതാക്കാൻ ഒരു 6ാം ക്ലാസ് മുതലുള്ള പുസ്തകങ്ങൾ ഒന്നുകൂടെ റെഫർ ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അപ്പോൾ പഠനത്തിന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നൽകുന്ന സൗജന്യ പരിശീലന പരിപാടികളിൽ പങ്കെടുക്കാവുന്നതേ ഉള്ളൂ. nta.ac.in/lectures-content എന്ന് പറയുന്ന സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സൗജന്യമായിട്ട് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ആ ട്രെയിനിങ് പ്രോഗ്രാമുകളിൽ പങ്കെടുക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച അധ്യാപകർ നൽകുന്ന റെക്കോർഡഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യം പോലെ കുട്ടികൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. മോക്ക് ടെസ്റ്റുകൾ ഒരു പൈസയും മുടക്കാതെ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. എഞ്ചിനീയറിംഗ് മേഖലയിലേക്കും അതുപോലെ തന്നെ മെഡിക്കൽ മേഖലയിലേക്ക് പോകുന്നവർക്ക് ഫിസിക്സും കെമിസ്ട്രിയും അവിടെ യൂസ് ചെയ്യാം. ആ ക്ലാസ്സുകൾ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതേപോലെ തന്നെ താല്പര്യമുള്ള കുട്ടികൾക്ക് സീത എന്ന് പറയുന്ന സൈറ്റിൽ പോയി കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ് ഒരുക്കുന്ന ട്രെയിനിങ് പ്രോഗ്രാം, അതിലും പങ്കെടുക്കാനായിട്ട് അവസരങ്ങളുണ്ട്. നീറ്റിനും മറ്റുമൊക്കെ തയ്യാറെടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് അതിന് സൗകര്യങ്ങളുണ്ട്. അപ്പോൾ എന്താ ഗുണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫിസിക്സും കെമിസ്ട്രിയും കോമൺ സബ്ജക്റ്റ് ആയതുകൊണ്ട് ഇത്തരത്തിൽ കിട്ടുന്ന സൗജന്യ പരിശീലന പരിപാടികൾ, ഏറ്റവും മികച്ച പരിശീലന പരിപാടികളെല്ലാം കുട്ടികൾ അറ്റൻഡ് ചെയ്യുന്നത് അവർക്ക് കൂടുതൽ സഹായകരമായിരിക്കും പരീക്ഷയെ അഭിമുഖീകരിക്കാൻ. പരീക്ഷയിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ സാധാരണ +2 വരെയുള്ള കുട്ടികൾ ഒരു അസസ്മെൻറ്റ് ടെസ്റ്റ് മാത്രം എഴുതുന്ന ആൾക്കാരാണ്. അവർക്ക് കിട്ടിയ മാർക്ക് ഒരിക്കലും നഷ്ടപ്പെടാറില്ല. നേരെ മറിച്ച് ഇനി അങ്ങോട്ട് വരുന്ന പരീക്ഷകൾ, അതായത് JEE അടക്കമുള്ള മത്സര പരീക്ഷകളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ തെറ്റിക്കുന്ന ഉത്തരത്തിന് നിശ്ചിത മാർക്ക് കുറവ് ചെയ്യും. ഇപ്പോൾ 4 മാർക്ക് ശരിയുത്തരത്തിന് കിട്ടിയാൽ 1 മാർക്ക് തെറ്റുത്തരത്തിന് കുറവ് ചെയ്യുന്ന തരത്തിലുള്ള നെഗറ്റീവ് മാർക്കിംഗ് സിസ്റ്റം ഉള്ള തരത്തിലുള്ള പരീക്ഷകളാണ് മത്സര പരീക്ഷകളെന്ന് പറയുക. അവിടെ കോമ്പറ്റീഷനാണ്. അപ്പോൾ ആ മത്സര പരീക്ഷകൾക്ക് പലപ്പോഴും തയ്യാറെടുക്കാനായിട്ട് കുട്ടികൾ ശ്രമിക്കുന്നില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഈ അസസ്മെൻറ്റ് ടെസ്റ്റ് എന്നൊരു കോൺസെപ്റ്റ് ഇങ്ങനെ മനസ്സിൽ കിടക്കുകയാണ്. അത് മാറിയിട്ട് ഇത്തരം ടെസ്റ്റുകളിൽ നമ്മൾ ശരിയുത്തരം എഴുതി തെറ്റുത്തരത്തിന് മാർക്ക് കുറവ് ചെയ്യപ്പെടും എന്ന ബോധത്തോടെ നമ്മളൊന്നിനെ സമീപിക്കാൻ ശ്രമിച്ചില്ല എങ്കിൽ നമുക്ക് പലപ്പോഴും ചില ഉത്തരങ്ങൾ ശരിയാണോ തെറ്റാണോ അത് ഒന്ന് കറക്കി കുത്തി എഴുതി കഴിഞ്ഞാൽ നമുക്കൊരു ഇത്ര മാർക്ക് കിട്ടില്ലേ, പോയാൽ 1 മാർക്കല്ലേ പോകൂ എന്ന് ചിന്തിക്കുമ്പോൾ അതിനുള്ള ടെൻഡൻസി കൂടി വരികയും അവസാനം കിട്ടിയ മാർക്ക്, പലപ്പോഴും കുട്ടികൾ ഇത്തരം മത്സര പരീക്ഷകളിൽ തോറ്റുപോകുന്നത് അല്ലെങ്കിൽ ക്വാളിഫൈ ചെയ്യാൻ മതിയായ റാങ്ക് കിട്ടാത്തതിൻ്റെ പ്രധാന കാരണം അവരെഴുതിയ മാർക്കുകൾ നെഗറ്റീവ് മാർക്കിംഗ് സിസ്റ്റത്തിലൂടെ നഷ്ടപ്പെടുത്തുന്നത് കൊണ്ടാണ്. അപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് സബ്ജക്റ്റുകൾ PCM, ഈ 3 സബ്ജക്റ്റുകളാണ് ഈ പരീക്ഷയിലെ ഒന്നാമത്തെ പേപ്പറിൽ ചോദിക്കുക. ആ പരീക്ഷകളിൽ 20 ചോദ്യം
പ്ലസ് 10 ചോദ്യം, 20 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള പരീക്ഷയായിരിക്കും ഇവിടെ നടക്കുക. ന്യൂമറിക്കലായിട്ടുള്ള 10 ചോദ്യങ്ങളുണ്ടാവും. അങ്ങനെ 3 സബ്ജക്റ്റുകളുമായിട്ട് 90 ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. 20ഉം 10ഉം 30 മാത്സിന്, 30 ഫിസിക്സിന്, 30 കെമിസ്ട്രിക്ക്. ഇത് 3ഉം കൂടെ ചേർത്ത് 90 ചോദ്യങ്ങൾ ആയിരിക്കും ഉണ്ടാവുക. ആ ചോദ്യങ്ങൾക്കാണ് നമ്മൾ ഉത്തരം എഴുതേണ്ടത്. അത് കഴിഞ്ഞാൽ നമുക്ക് ബി ആർക്കിന് പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ, ആർക്കിടെക്ചറിന് പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് സെപ്പറേറ്റ് ഒരു പേപ്പർ ഉണ്ടാവും. അതുപോലെ തന്നെ ബി പ്ലാനിങ്ങിന് പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരും ഇതേ പരീക്ഷ തന്നെയാണ് എഴുതേണ്ടത്. അവിടെ മാത്സും അതുപോലെ തന്നെ ആർക്കിടെക്ചറൽ ആകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ആർക്കിടെക്ചറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും, ബി പ്ലാനിങ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് പ്ലാനിങ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു പേപ്പറും ആയിരിക്കും ഉണ്ടാവുക. കൂടാതെ ബി ആർക്കിന് പോകാനാണ് ഇനി ആഗ്രഹിക്കുന്നത് എങ്കിൽ അത്തരം കുട്ടികൾക്ക് ഒരു ഡ്രോയിങ് ടെസ്റ്റ് കൂടി ഉണ്ടാവും. അപ്പോൾ ഈ ഡ്രോയിങ് ടെസ്റ്റും അതിൽ 2 ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക, 100 മാർക്ക്. അപ്പുറത്ത് വരുന്ന പേപ്പർ 2ഉം ഒക്കെ കൂടി എഴുതിയിട്ടായിരിക്കണം ഈ കുട്ടികൾ ഈ പരീക്ഷയെ സമീപിക്കേണ്ടത്. അപ്പോൾ ഇത്തരത്തിലുള്ള തയ്യാറെടുപ്പുകൾ വേണം. ഇങ്ങനെ തയ്യാറെടുത്ത് നല്ല രീതിയിൽ കൃത്യമായിട്ട് ചിട്ടയോടുകൂടെ തയ്യാറെടുത്ത് സിലബസുകളൊക്കെ NTAയുടെ സൈറ്റിൽ നമുക്ക് അവൈലബിളാണ്. ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് ആ സിലബസിൽ ഒന്നുപോലും നഷ്ടപ്പെടാതെ നിങ്ങൾ പഠിക്കുന്നത്രയും തറവായിട്ട് കംപ്ലീറ്റ് ചെയ്ത് കവർ ചെയ്ത് പോരുന്നതിനെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുക. അല്ലാതെ എല്ലാം കൂടെ വലിച്ചു വാരി പഠിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. ഒരു 60% വരെയൊക്കെ നിങ്ങൾക്ക് പഠിച്ച് പൂർണ്ണമായിട്ടും പഠിച്ച് കവർ ചെയ്യാൻ പറ്റിയാൽ നല്ല സ്കോർ നേടാൻ അത് ധാരാളം മതിയാകും പലപ്പോഴും. അപ്പോൾ ആ രീതിയിൽ തയ്യാറെടുക്കണം. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പരീക്ഷയിൽ 2.5 ലക്ഷം റാങ്ക് വന്ന ആൾക്കാർക്കാണ് JEE അഡ്വാൻസ്ഡ് എഴുതാൻ കഴിയുക. അഡ്വാൻസ്ഡ് കുറേ കൂടെ കോമ്പറ്റീഷനുണ്ട്. ഫസ്റ്റ് ചാൻസിൽ +2 പാസ്സായ കുട്ടികൾക്കാണ് JEE അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നത്. സെലക്ഷൻ പ്രോസസ്സിൽ മാർക്കിന് വലിയ ഒരു സ്വാധീനമൊന്നും ചെലുത്താൻ കഴിയില്ല എങ്കിൽ പോലും ചില സ്ഥാപനങ്ങൾ 75% സ്കോറുള്ളവർക്ക് അവർക്കാണ് പരിഗണന നൽകുന്നത് എന്നത് ഒരു ഫാക്റ്റാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ പഠന കാലയളവിൽ തന്നെ നമ്മൾ തയ്യാറെടുത്ത് പോരുന്നതിനെക്കുറിച്ച് ആലോചിക്കണം. അതുപോലെ തന്നെ പഠനത്തിന് ശേഷം, അതായത് ഈ എൻട്രൻസൊക്കെ പാസ്സായി മെയിൻസ് പാസ്സായതിന് ശേഷം അഡ്വാൻസ് എഴുതാനായിട്ട് തയ്യാറെടുക്കുന്ന കുട്ടികൾ, അവർക്ക് ഏറ്റവും മികച്ച പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ അഡ്മിഷനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവിടെയും ഈ പറയുന്ന മാത്സും ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ തന്നെയാണ് നിങ്ങളോട് ചോദിക്കുന്നത്. ആ പരീക്ഷയ്ക്ക് ശേഷം അതിന് കിട്ടിയ സ്കോറും റിട്ടേൺ ടെസ്റ്റിന് കിട്ടിയ സ്കോറിൻ്റെ കൂട്ടത്തിൽ ചില സ്ഥാപനങ്ങൾ അവരുടേതായിട്ടുള്ളൊരു ടെസ്റ്റ് സെപ്പറേറ്റ് നടത്താറുണ്ട്. ചില സ്ഥാപനങ്ങൾ, എല്ലാവരും ഇല്ല. അതേപോലെ തന്നെ ചില സ്ഥാപനങ്ങൾ പേഴ്സണൽ ഇൻ്റർവ്യൂവും ഗ്രൂപ്പ് ഡിസ്കഷനും നടത്താറുണ്ട്. അപ്പോൾ ഇതിനുമൊക്കെ കൂടി കുട്ടികൾ തയ്യാറെടുത്തിട്ടായിരിക്കണം ഈ ഒരു മേഖലയിലേക്ക് കടന്നു ചെല്ലേണ്ടത്. ആ ഒരു തയ്യാറെടുപ്പിൻ്റെ എത്രമാത്രം കൃത്യതയോടെയാണോ ആ തയ്യാറെടുപ്പ് നടത്തിയിട്ടുള്ളത് അതിനനുസരിച്ച് നമുക്ക് മികച്ച സ്കോർ നേടാൻ കഴിയും. തുടർച്ചയായിട്ട് 2 തവണ മാത്രമേ നമുക്ക് JEEയുടെ അഡ്വാൻസ് എക്സാമിനേഷൻ എഴുതാൻ അനുവാദമുള്ളൂ. പിന്നെ അല്ലെങ്കിൽ ഒരു ചാൻസ് കളഞ്ഞിട്ട് അത് കഴിഞ്ഞേ പിന്നെ എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ തുടർച്ചയായിട്ട് 2 തവണ JEE എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാം. നല്ല രീതിയിൽ തയ്യാറെടുക്കുക. സ്റ്റെം മേഖലയിൽ സയൻസ്, ടെക്നോളജി, എൻജിനീയറിംഗ്, അതുപോലെ തന്നെ മാത്സ് പോലുള്ള മേഖലകളിലൊക്കെ മികച്ച പഠന സാധ്യതകൾ ഒരുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് ഈ JEEയുടെ കീഴിൽ വരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളെല്ലാം തന്നെ. വളരെ നല്ല ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് കിട്ടുന്ന സ്ഥാപനങ്ങൾ, നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ലെവലിൽ സാധ്യതകളേറെയുള്ള ആൾക്കാർ, ഇന്ത്യൻ എൻജിനീയറിംഗ് സർവീസ് പോലുള്ള മേഖലകളിലേക്കൊക്കെ കടന്നു ചെല്ലാൻ ധാരാളം അവസരങ്ങൾ ഒരുക്കപ്പെട്ടിട്ടുള്ള ഒരു പഠന മേഖലയാണ്. ഇപ്പോൾ റെയിൽവേ ആയാലും അതുപോലെ തന്നെ ഇന്ത്യയിലെ ഫോഴ്സുകളായാലും മറ്റ് പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റ് പോലുള്ള മേഖലകളാണേലും ഒക്കെ സാധ്യതകളേറെ ഒരുക്കുന്നുണ്ട് സർക്കാർ മേഖലയിൽ, പൊതുമേഖലകളിൽ. അതുകൂടാതെ സ്വകാര്യ മേഖലകളിൽ, ടൗൺ പ്ലാനിംഗ് പോലുള്ള മേഖലകളിൽ, ടൗൺ പ്ലാനിംഗ് ഓഫീസർ പോലുള്ള മേഖലകളിലൊക്കെ പ്ലാനിംഗ് പാസ്സായ ആൾക്കാർക്കാണ് സാധ്യതകൾ ലഭ്യമായിട്ടുള്ളത്. അപ്പോൾ ഇതിനെയൊക്കെ നല്ലതുപോലെ ഉപയോഗപ്പെടുത്താനായിട്ട് നല്ല തയ്യാറെടുപ്പ് തീർച്ചയായിട്ടും ആവശ്യമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നെഗറ്റീവ് മാർക്ക് ഒഴിവാക്കിക്കൊണ്ട് പരീക്ഷയെ സമീപിക്കാനുള്ള ഒരു കുട്ടിയുടെ മികച്ച തയ്യാറെടുപ്പാണ്. അങ്ങനെ
താല്പര്യമുള്ളവർക്ക് IIT-കളിൽ, NIT-കളിൽ, ഐസറിൽ, അതുപോലെ തന്നെ IIIT-യിൽ, IIST എന്ന് പറയുന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി, ഏഷ്യയിലെ ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊന്നാണ്. ഇവിടെയൊക്കെ അഡ്മിഷനെ കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാം. ചില IIT-കളിലൊക്കെ വിദേശ രാജ്യങ്ങളിലെ ചില യൂണിവേഴ്സിറ്റികളുമായിട്ടൊക്കെ ടൈപ്പ് ഉണ്ട്. ആ ടൈപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് ഇൻറ്റേൺഷിപ്പ് ചെയ്യാനുള്ള സാധ്യതകളൊക്കെ ഒരുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മത്സര പരീക്ഷകൾ. എൻജിനീയറിംഗ് മേഖല, ഇപ്പോൾ നമുക്ക് നോക്കിയാൽ ഒരു മെഡിസിൻ പഠിക്കുന്ന ഒരാൾ ഒരു 35 വയസ്സ് വരെയൊക്കെ കഷ്ടപ്പെട്ടിട്ടാണ് അയാളുടെ കരിയർ യഥാർത്ഥത്തിൽ റിയലി ഓപ്പൺ ചെയ്യപ്പെടുന്നത് എങ്കിൽ, എൻജിനീയറിംഗ് മേഖലയുടെ ഏറ്റവും വലിയ പ്രത്യേകത കേവലം 4 വർഷം കൊണ്ട് ഏതാണ്ട് ഒരു മികച്ച കരിയർ, ഒരു മാനേജ്മെൻറ്റ് കേഡറിൽ ഒരു മികച്ച കരിയറിലേക്ക് അയാൾക്ക് എത്താൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ്. വിവിധങ്ങളായിട്ടുള്ള സബ്ജക്റ്റുകൾ ഓപ്റ്റ് ചെയ്യാൻ നമുക്കുണ്ട്. പരമ്പരാഗതമായിട്ടുള്ള സബ്ജക്റ്റുകൾക്കൊപ്പം തന്നെ റോബോട്ടിക് സയൻസും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും മെഷീൻ ലേണിങ്ങും ഡാറ്റാ സയൻസും അടക്കമുള്ള മേഖലകളിലൊക്കെ പഠനം നടത്തുന്നതിന് ഈ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നമുക്ക് അവസരങ്ങൾ ഒരുക്കുന്നുണ്ട്. അവയെ നമുക്ക് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താം. പെർസെൻറ്റൈൽ സ്കോറിനെ ബേസ് ചെയ്തിട്ടായിരിക്കും പലപ്പോഴും JEE അഡ്വാൻസിൻ്റെ റിസൾട്ട് നമുക്ക് കാണാൻ കഴിയുക. പെർസെൻറ്റൈൽ സ്കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഏറ്റവും താഴെ മാർക്ക് കിട്ടിയിട്ടുള്ള, ഏറ്റവും കുറവ് മാർക്ക് കിട്ടിയിട്ടുള്ള ആളുടെ മാർക്കിനെ 0 ആയിട്ടും ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയിട്ടുള്ള ആളുടെ സ്കോറിനെ 100 ആയിട്ടും നമ്മൾ കൺസിഡർ ചെയ്തുകൊണ്ട് അതിൻ്റെ പർട്ടിക്കുലർ പെർസെൻറ്റൈൽ, അത് NTA തീരുമാനിക്കുന്ന ആ ഒരു പെർസെൻറ്റൈൽ സ്കോർ ആയിരിക്കും മിനിമം ക്വാളിഫയിങ് സ്കോറായിട്ട് നമ്മൾ കണക്ക് കൂട്ടുക. അപ്പോൾ ആ ഒരു മാക്സിമം സ്കോർ കണ്ടെത്താൻ അറിയാവുന്ന ചോദ്യങ്ങൾക്ക് മാത്രം ഉത്തരം എഴുതാനുള്ള മോക്ക് ടെസ്റ്റുകളുടെ ഒരു സീരീസ് തന്നെ ത്രൂ ഔട്ട് ചെയ്യാനുമുള്ള മനസ്സുള്ള +1 +2 പരീക്ഷകളുടെ അല്ലെങ്കിൽ പാഠഭാഗങ്ങളുടെ കൃത്യമായ ഒരു പഠനത്തിലൂടെ തയ്യാറെടുത്ത് മുന്നോട്ട് പോകുന്ന കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഈ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിച്ച് ഇന്ത്യയിലോ വിദേശ രാജ്യങ്ങളിലോ ഒക്കെ മികച്ച കരിയർ ഓപ്റ്റ് ചെയ്യാനുള്ള സാധ്യതകൾ നമ്മുടെ മുമ്പിൽ അനവധിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനുവേണ്ടി കുട്ടികൾ കാലേകൂട്ടി തയ്യാറെടുക്കുകയും വേണം.